പശ്ചിമേഷ്യയെ വീണ്ടും കടുത്ത യുദ്ധഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് അതീവ ഗുരുതരമായ സാഹചര്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നിന്നും പുറത്തുവരുന്നത്. ഇറാനെതിരെ കനത്ത വ്യോമാക്രമണവുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നു. ഇറാന്റെ അന്തരിച്ച പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ അദ്ദേഹത്തിന്റെ ജന്മനാടായ മഷ്ഹദിൽ നടക്കാനിരിക്കെയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അമേരിക്ക ഈ വ്യാപക ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നിട്ടുള്ള തന്ത്രപ്രധാനമായ നിരവധി കേന്ദ്രങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാന്റെ പ്രധാന തുറമുഖങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ മിസൈൽ വ്യോമാക്രമണങ്ങളിൽ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താൻ ഇറാൻ ശ്രമിച്ചതിനാണ് ഈ കടുത്ത തിരിച്ചടി എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിന്റെ നിർണായക പങ്കുവഹിക്കുന്ന ഇറാന്റെ തീരദേശ നഗരങ്ങളെയാണ് അമേരിക്ക പ്രധാനമായും ലക്ഷ്യമിട്ടത്. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്ന് കിടക്കുന്ന ബുഷ്ഹെറൈൻ, ചാബഹാർ, ബന്ദർ അബ്ബാസ്, സിറിക് ജാസക് എന്നീ നഗരങ്ങളിലും അതോടൊപ്പം തന്ത്രപ്രധാനമായ അബൂ മൂസ ദ്വീപിലും കനത്ത സ്ഫോടനങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ തെക്കിഴക്കൻ നഗരമായ കോണറാക്കിലും ശക്തമായ സ്ഫോടനങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്കിന്റെ മേൽനോട്ടത്തിലും അതിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലും ഏറ്റവും നിർണായക പങ്കുവഹിക്കുന്ന പ്രദേശമായ സിറിക്കിൽ അമേരിക്ക അതീവ കടുത്ത വ്യോമാക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരമായ ചാബഹാറിൽ വൻ വ്യോമാക്രമണമാണ് നടന്നത്. ചാബഹാർ തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, അവിടെയുള്ള പ്രധാന സൈനിക കേന്ദ്രങ്ങൾ, കൂടാതെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ഈ ശക്തമായ വ്യോമാക്രമണം. സൈനിക കേന്ദ്രങ്ങൾക്ക് പുറമെ വിമാനത്താവള സമുച്ചയങ്ങൾക്ക് നേരെയും അമേരിക്കൻ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ഇറാൻ ഷഹറിലെ വിമാനത്താവള സമുച്ചയം ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ അതീവ ഗുരുതരമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി ആളുകൾക്ക് കടുത്ത പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇറാന്റെ തെക്ക് പടിഞ്ഞാറൻ നഗരമായ ബുഷ്ഹറിലും തുടർച്ചയായി നിരവധി വ്യോമാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്ന അതീവ സുരക്ഷാ മേഖലയായ നഗരമാണിത്. എന്നാൽ ഇവിടെ വ്യോമാക്രമണങ്ങൾ നടന്നെങ്കിലും ബുഷ്ഹറിലെ ആണവ നിലയത്തിന് യാതൊരുവിധ കേടുപാടും സംഭവിച്ചിട്ടില്ലെന്ന് പ്രാദേശിക ഭരണകൂടത്തെ ഉദ്ധരിച്ച് അൽ ജസീറ വ്യക്തമാക്കുന്നുണ്ട്. തീരദേശ മേഖലകൾക്ക് പുറമെ ഇറാന്റെ ആഭ്യന്തര ഗതാഗത ശൃംഖലയെ തകർക്കാനും അമേരിക്കൻ വ്യോമസേന ശ്രമിച്ചിട്ടുണ്ട്. വടക്കിഴക്കൻ ഇറാനിലെ ഗോലിസ്ഥാൻ പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന അഖ്ല നഗരത്തിന് സമീപമുള്ള അഖ്ഠക ഖാൻ റെയിൽവേ പാലത്തിന് നേരെയാണ് അമേരിക്ക കനത്ത മിസൈൽ ആക്രമണം നടത്തിയത്. ഈ തന്ത്രപ്രധാന റെയിൽവേ പാലം പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ 7ഓളം മിസൈലുകളാണ് അമേരിക്കൻ സൈന്യം ഉപയോഗിച്ചതെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ IRIB റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ 2 മിസൈലുകൾ റെയിൽപാളത്തിൽ നേരിട്ട് പതിച്ചതായും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ കനത്ത വ്യോമാക്രമണത്തിന് പിന്നാലെ ഇറാനോട് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാന്റെ വൈദ്യുതി നിലയങ്ങളും കടൽ ജല ശുദ്ധീകരണ പ്ലാന്റുകളും ലക്ഷ്യമിടാൻ അമേരിക്ക ഇനി മടിക്കില്ലെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ തീരദേശ റഡാർ സംവിധാനങ്ങൾ, കപ്പൽ വിരുദ്ധ മിസൈൽ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ തകർക്കുകയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര സമുദ്ര ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാനാണ് ഈ സൈനിക നടപടി എന്നാണ് അമേരിക്കയുടെ ഔദ്യോഗിക വിശദീകരണം. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ നീക്കങ്ങളും പ്രവൃത്തിയിലൂടെ തിരിച്ചടിക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനവും പശ്ചിമേഷ്യയെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങൾ.